നമസ്കാരം. ഇന്ത്യയിലേക്കുള്ള വാഹനക്കടത്തിൽ പ്രതികരിച്ച് ഭൂട്ടാന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പ്രതികരണം വരുമ്പോൾ തത്വമയി പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ സത്യമാവുകയാണ്. ഇത് സംബന്ധിച്ച നിരവധി വാർത്തകളാണ് കഴിഞ്ഞ ദിവസം തത്വമയി പുറത്തുവിട്ടത്. തത്വമയുടെ RP തോട്ട്സിൽ നമ്മുടെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള ശ്രീ രാജേഷ് പിള്ള തന്നെ അദ്ദേഹം പറഞ്ഞതാണ് ഈ വാഹനക്കടത്തിന് പിന്നിലുള്ള നിഗൂഢതകളെക്കുറിച്ചും സംശയത്തെക്കുറിച്ചുമൊക്കെ. ഇപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാര്യം ഇത് അന്വേഷിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഭൂട്ടാൻ പറഞ്ഞിരിക്കുന്നത്. ഭൂട്ടാനിൽ നിന്നും വാഹനങ്ങൾ കൊണ്ടുപോകുന്ന രീതി ഇതല്ല എന്ന് ഭൂട്ടാൻ ഇതിനോടകം വ്യക്തമാക്കിയിരിക്കുന്നു. അവിടെ നിന്നും നടത്തിയത് ഡീരജിസ്റ്റർ ചെയ്ത വാഹനങ്ങളാണ്. കടത്ത് അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഭൂട്ടാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വാഹനം ഭൂട്ടാനിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ നടപടിക്രമങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ആഡംബര കാറുകളാണല്ലോ ഇപ്പോൾ ഈ വാർത്തയിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത്. ഭൂട്ടാനിൽ നിന്ന് എന്തിനാണ് ഈ ആഡംബര കാറുകൾ? ഭൂട്ടാൻ സൈന്യത്തിൽ നിന്നൊക്കെയാണെന്നാണ് ആദ്യം പറയുന്നത്. ഭൂട്ടാൻ സൈന്യത്തിൻ്റെ കീഴിൽ എവിടെയാണ് ആഡംബര വാഹനങ്ങൾ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. അല്ലെങ്കിൽ തന്നെ അവിടെ നിന്നും ഇത്തരത്തിൽ മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് ബുൾഡോസറുകളോ അല്ലെങ്കിൽ ട്രക്കുകളോ പോലുള്ള വാഹനങ്ങളാണ്. ഇത്തരത്തിലുള്ള ആഡംബര കാറുകൾ ഈ രീതിയിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് തന്നെ കൃത്യമായി അവിടെ ഡീരജിസ്റ്റർ ചെയ്ത ശേഷം മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ആഡംബര വാഹനങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് വലിയ സംശയത്തിന് ഇട നൽകുകയാണ്. വാഹനങ്ങൾ കടത്തിയത് അനധികൃതമായി തന്നെയാണെന്ന് ഭൂട്ടാൻ സർക്കാരും ഇപ്പോൾ ആരോപിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിൽ കൃത്യമായ അന്വേഷണം വേണം. വലിയ രീതിയിലുള്ള അട്ടിമറി ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം കൃത്യമാണ്. പ്രത്യേകിച്ചും ഈ ഇന്ത്യയുടെ പരിവാഹൻ സൈറ്റിലും ഈ ഭൂട്ടാൻ സർക്കാരിൻ്റെ കാര്യങ്ങളിലുമൊക്കെ വലിയ രീതിയിലുള്ള തിരിമറികൾ നടത്തിയിട്ട് തന്നെയാണ് ഈ ഒരു കടത്ത് നടന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ ശക്തികൾ ആര് എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഒരുപക്ഷെ ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ തത്വമായി പറയുന്നുണ്ട് ഇതിൽ കൃത്യമായ ചില അന്വേഷണം വേണമെന്ന്. ദേശീയ ഏജൻസികൾ ഉൾപ്പെടെയുള്ളവ അവ കൃത്യമായി അന്വേഷിക്കുന്നുമുണ്ട്. അപ്പോൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട്. പ്രത്യേകിച്ചും ഭൂട്ടാൻ്റെ പേര് അല്ലെങ്കിൽ ഭൂട്ടാൻ സൈന്യത്തിൻ്റെ പേര് വലിച്ചിഴച്ചുകൊണ്ട് നടന്ന ഈ ഒരു ക്രയവിക്രയത്തിൽ ആരാണ് ശരിക്കും ഇടനിലക്കാരനായി പ്രവർത്തിച്ചത്? എന്ത് കച്ചവടമാണ്, എന്ത് ഉദ്ദേശ ലക്ഷ്യമാണ് ഈ കച്ചവടത്തിന് പിന്നിൽ ഉള്ളതെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസികളും കൃത്യമായി ട്രാക്ക് ചെയ്ത് അന്വേഷിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ ചിത്രം വ്യക്തമാകും. ഇപ്പോൾ ഭൂട്ടാൻ സർക്കാർ തന്നെ ഈ കാര്യത്തിൽ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണവുമായി വന്നിരിക്കുന്നു. അനധികൃതമായി തന്നെയാണ് കടത്ത് നടന്നിരിക്കുന്നതെന്ന് അവരും ഉറപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന മറ്റു തീവ്രവാദി സംഘടനകളുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പേരുകളൊന്നുമല്ല, അതിനുമപ്പുറം ചില പേരുകളിലേക്ക് ഇത് എത്തിപ്പെടും. വിചാരിച്ചതിനും അപ്പുറം ഒരുപക്ഷെ നമ്മൾ നേരത്തെ തത്വമയി തന്നെ പല വാർത്തകളിലും പറഞ്ഞതാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളമായിരിക്കുമെന്ന്. ഒന്നോ രണ്ടോ പേരുകളിൽ ഒതുങ്ങുന്ന കേസായിരിക്കില്ല ഇത് ഇന്ത്യ മുഴുവൻ വ്യാപിക്കുന്ന ഒരു വലിയ ശൃംഖല, ഒരു നെറ്റ്വർക്ക് തന്നെ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് നമ്മൾ ആദ്യം മുതൽ തന്നെ ആരോപിച്ചിരുന്നു. ഒരുപക്ഷെ അതൊക്കെ ശരിയാകുന്ന രീതിയിലായിരിക്കും കാര്യങ്ങളുടെ പോക്കെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അന്വേഷണ സംഘം, ദേശീയ അന്വേഷണ ഏജൻസികൾ, റോ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ കൃത്യമായി ഇത് ട്രാക്ക് ചെയ്തതിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. അവരുടെ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക്
മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.